നല്ല കാര്യങ്ങൾ എത്ര സംസാരിച്ചാലും അതൊന്നും കാണില്ല. എന്തെങ്കിലും എവിടെയെങ്കിലും നമുക്ക് ചെറിയതായിട്ട് ഇപ്പം നമ്മളിത് പ്ലാൻ ചെയ്തൊന്നും അല്ല സംസാരിക്കുന്നത്. എവിടെയെങ്കിലും ചെറിയ ഒരു പാളിച്ച കണ്ട, അല്ലെങ്കിൽ പാളിച്ച പോലെ ഒരു ഭാഗം വന്നു കഴിഞ്ഞാൽ അതിനെ അങ്ങ് ഹൈലൈറ്റ് ചെയ്ത് അതിനെ പൊടിപ്പും തൊങ്ങലും വെച്ച് ദ്വയാർത്ഥങ്ങളും നമ്മൾ ഉദ്ദേശിക്കാത്ത കഥകളൊക്കെ ബാക്കി അവരങ്ങ് മെനഞ്ഞോളും. കാര്യം എങ്ങനെയും ഈ സംസാരിക്കുന്ന ആളിനെ വാദപ്രതിവാദത്തിൽ ആര് ശരി തെറ്റ് തോപ്പിക്കുക, പരിഹസിക്കുക, അധിക്ഷേപിക്കുക. അപ്പം ഇതൊരു വളരെ താഴ്ന്ന തരം ചിന്താഗതിയാണ്. അപ്പം ഞാനിപ്പോൾ ഇരിക്കുമ്പോൾ പലരും നമ്മളോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വളരെ ഇത്രയും ദൈർഘ്യമുള്ള കാര്യങ്ങളായിട്ട് പോലും വളരെ സമയം പോയത് പോലും അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും ഇങ്ങനെ അഭിനന്ദിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അപ്പം ഞാൻ വിചാരിക്കുന്നു, പല വ്യക്തികൾക്കും ഇത് ഇത്രയും വാല്യുബിളായിട്ട് തോന്നുമ്പോൾ ഇതൊന്നും കാണാതെ ഇതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ വളച്ചൊടിച്ച് പിന്നെ പരിഹസിക്കാൻ വേണ്ടി ചില ആൾക്കാർ പെരുമാറുമ്പോൾ ഇത് വളരെ ബാലിശമായൊരു കാഴ്ചപ്പാടാണ്. ഇപ്പോൾ അവരുടെ ഈ ചാനലിലൊക്കെ വന്ന് പലതും ഇങ്ങനെ അധിക്ഷേപിക്കുന്നുണ്ട്. അപ്പോൾ ഈ അധിക്ഷേപിക്കുന്നതിനെക്കുറിച്ച് ഞാനിപ്പോൾ ആദ്യകാലങ്ങളിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഇപ്പോൾ ശിഷ്യഭൂതയെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ പ്രായത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒക്കെ ഇങ്ങനെ നമുക്ക് ദേഷ്യം വന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനെ നമ്മളെ ദേഷ്യം വരുത്താൻ അല്ലെങ്കിൽ വേദനിപ്പിക്കാനൊക്കെ പറ്റുമോ എന്ന് കരുതി അതേ കാര്യത്തിൽ തന്നെ നമ്മൾ എന്തിലാണോ ട്രിഗർ ആവുന്നത് അതിൽ തന്നെ ഇങ്ങനെ കൂടുതൽ പിടിപ്പിക്കുന്ന ഇതിലെ ഒരു ക്രൂര വിനോദം. പക്ഷേ ഇദ്ദേഹം മനസ്സിലാക്കുന്നില്ല, ഇദ്ദേഹം കൂട്ടാളികൾ മനസ്സിലാക്കുന്നത് നമ്മളെ സംബന്ധിച്ച് ഇതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഞാൻ ഈ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? കാരണം എനിക്ക് കുറേ ബുദ്ധിജീവികളായിട്ടുള്ള കുറേ ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരെന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്തിനാ നിങ്ങൾ ഇതൊക്കെ സംസാരിക്കുന്നത്, ഇതൊക്കെ കളയൂ, ഇതിലൊന്നും ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ നമ്മളെ വന്ന് ഇങ്ങോട്ട് ഉപദേശിക്കുന്ന തരത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊക്കെ ആരെങ്കിലും മറുപടി കൊടുക്കൂ, ഇതൊക്കെ വെറും ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞ് കൂട്ടത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഈ വിശദീകരണം നമ്മൾ പരിഹസിക്കുന്നതല്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറയുന്നത് ഇവരെ ഒന്ന് ബോധ്യപ്പെടുത്താനാണ്. കാരണം ഇവർ വരിക്കുന്ന പോലെ ആ ചാനൽക്കാരെ ബോധ്യപ്പെടുത്താനല്ല. കാര്യം ഈ ഓഡിയൻസ് തെറ്റിദ്ധരിച്ച് കളയും. അപ്പോൾ ഈ തെറ്റിദ്ധരിച്ചാൽ എന്താണ് കുഴപ്പം? നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വം ഇപ്പോൾ അപമാനിക്കപ്പെടുമെന്ന് വിചാരിച്ചിട്ടല്ല. ഇപ്പോൾ ഞാൻ പലപ്പോഴും എന്നെക്കുറിച്ച് എനിക്ക് പറയേണ്ടി വരുന്നത്, എന്നെ ജസ്റ്റിഫൈ ചെയ്യേണ്ടി വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് കുറച്ച് വാലിഡിറ്റി ഉണ്ട്. നമ്മളൊരു ഒബ്സർവേഷനിൽ ഒരു നിരീക്ഷണത്തിൽ മനസ്സിലാക്കിയ കാര്യമാണ്. ഇതിനൊരു വാലിഡിറ്റി ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താനാണ് നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി പറയുന്നത്. അല്ലാതെ ഇവരിപ്പോൾ അപമാനിക്കുന്നതൊക്കെ നല്ലതാണ്. സത്യം പറഞ്ഞ് ആധ്യാത്മിക രംഗത്ത് വരുമ്പോൾ ഇപ്പോൾ ഒരാളിപ്പോൾ ശ്രീജിത്ത് എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചാൽ അത് നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ സ്പിരിച്വലായിട്ട് ആധ്യാത്മികമായിട്ട് ഇവർക്കത് മനസ്സിലാവില്ല. പക്ഷെ ആധ്യാത്മികമായിട്ട് ദ എനിമി ഈസ് നോട്ട് ദി അതർ, യു ആർ ദ എനിമി. നിങ്ങളാണ് നിങ്ങളുടെ ശത്രു എന്ന് വെച്ചാൽ നമ്മുടെ ജീവബോധം ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു അഹന്താ സ്വരൂപത്തിൽ